അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് റമളാൻ പ്ലാനറാണ്. ഈ റമളാൻ പ്ലാനർ നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനാണ്. നമ്മൾ മറന്നു പോകാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വിട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് റമളാൻ പ്ലാനർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റമളാനിൽ നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാനർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നമുക്ക് ഒരു സുന്നത്തായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫർള് ചെയ്തതിൻ്റെ പ്രതിഫലം, ഒരു ഫർള് ചെയ്തു കഴിഞ്ഞാൽ 70,000 ഫർള് ചെയ്ത പ്രതിഫലം, അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് മാക്സിമം നമുക്ക് പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി ചെയ്യുന്ന ഒരു ജേർണലിംഗ് ബുക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഫെബ്രുവരിയിലത്തേക്ക് വേണ്ടി ചെയ്ത ഒരു ജേർണലാണ് ഞാനീ കാണിക്കുന്നത്. ഇതിൽ ഞാൻ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്നുള്ള ആ ഒരു ദുആ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. റമളാന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു പ്ലാനർ ആയിട്ട് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ വേറൊരു ബുക്ക്ലെറ്റാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഡയറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് പഴയ ഒരു ഡയറിയാണ്. അപ്പോൾ ഇതിൽ ഓൾഡ് പേപ്പേഴ്സൊക്കെ ഞാൻ കീറിക്കളഞ്ഞിട്ട് കുറച്ച് പേപ്പേഴ്സ് അതിലുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു റമളാൻ പ്ലാനർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീഷോയിൽ നിന്നൊക്കെ കുറഞ്ഞ റേറ്റിൽ റമളാൻ പ്ലാനേഴ്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് പ്ലാനേഴ്സ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ പ്രൊഫൈലാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് പേജിൽ നമുക്ക് പ്രൊഫൈലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ വെറുതെ റാൻഡമായിട്ട് കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു പേജിൽ റമളാൻ കരീം എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. നമുക്ക് പിന്നെ എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് വാങ്ങാനായിട്ട് കിട്ടും. അത് വാങ്ങിയിട്ട് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ പ്ലാനർ ആകുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ ആക്കത്തില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാനായിട്ടാണ് പ്ലാനർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ഐഡിയാസൊക്കെ നമുക്കിതിലേക്ക് ഡ്രോയിങ് ചെയ്ത് കൊടുക്കാം. പിൻട്രസ്റ്റ് ആപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രോയിങ് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു ചെറിയൊരു ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. എല്ലാ പേജിലും നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പം ഞാൻ പ്ലാനറിൽ അങ്ങനെ അധികം ഡ്രോയിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ കളേഴ്സ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു റമളാന് നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഞാനും ഇതുപോലെ ഒരു ഖത്തമുൽ ഖുർആൻ തീർക്കണം, അതുപോലെ ഒരുപാട് ദിക്ർ, ഇസ്തിഗ്ഫാർ, അതൊക്കെ ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്ലാനർ ഉണ്ടാക്കുന്നത്. എല്ലാം റമളാനിൽ നമ്മളിങ്ങനെ വിചാരിക്കും അത് ചെയ്യാം. പക്ഷേ നമുക്ക് ഇതുപോലെ സമയം കിട്ടാറില്ല. കാരണം നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ഇല്ല. നമുക്ക് സമയം കിട്ടാറില്ല. അപ്പം നമുക്ക് ഈ ഒരു ട്രാക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പം ചെയ്യാനായിട്ട് പറ്റും. റമളാൻ മാസം ആകുമ്പോഴത്തേക്കും സ്വർഗ്ഗത്തിൽ മലക്കുകൾ സ്വർഗ്ഗത്തിനെ അലങ്കരിക്കാറുണ്ട്. അതുപോലെ നമ്മൾ വീട് അലങ്കരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഖുർആനും നമ്മൾ അലങ്കരിക്കേണ്ടതുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് ഖുർആൻ നല്ല നീറ്റാക്കിയിട്ട് ബൈൻഡൊക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് അലങ്കരിക്കാനായിട്ട് പറ്റും. മീഷോയിൽ അല്ലെങ്കിൽ പുറത്ത് ഷോപ്പിലൊക്കെ നമുക്ക് വാൾ സ്റ്റിക്കറൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ ഖുർആനിൽ നമുക്ക് ബൈൻഡ് ചെയ്യാനുള്ള അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ ആ ഒരു ഫസ്റ്റ് പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാം. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമുക്ക് ബിസ്മിയോട് കൂടി തന്നെ തുടങ്ങണമല്ലോ. അപ്പം നമുക്ക് ആ ഒരു പേജിൽ ബിസ്മി, ഞാൻ വേറെ അധികം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും എഴുതുന്നില്ല. ജസ്റ്റ് പ്രൊഫൈലാകുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പേര് മാത്രം കൊടുത്തിട്ട് ബാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂടി നമുക്ക് കൊടുക്കാം. ഇനി സെക്കൻഡ് പേജിൽ വന്നിട്ട് കുറച്ച് ദിക്റാണ്. എഴുതിയിരിക്കുന്ന ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും ആ ഒരു ഖുർആനിക ആയത്താണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ നന്ദിയുള്ളവരായിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരുമെന്നാണ് ആ ഒരു ആയത്തിൻ്റെ മീനിങ്. അപ്പോൾ അതവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇപ്പുറത്തെ പേജിൽ എഴുതിയിരിക്കുന്ന ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീലാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കുറച്ച് ദുആകളും അല്ലെങ്കിൽ ഖുർആനിക ആയത്തുകളൊക്കെ നമുക്കവിടെ എഴുതി കൊടുക്കാം. പിന്നെ മാ വദ്ദഅക റബ്ബുക വമാ ഖല, ആ ഒരു മെയിനായിട്ടുള്ളൊരു ലുഹാ സൂറത്തിലെ ഒരായത്താണ് കേട്ടോ. ആ ആയത്തിലെ മീനിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായും അവൻ ഹൃദയങ്ങളെ അറിയുന്നതാണ് എന്നാണ് ആ ഒരു ആയത്തിൻ്റെ മീനിങ്. നെക്സ്റ്റ് പേജിൽ റമളാനിൽ ചെയ്യാനുള്ള റുട്ടീനാണ് കേട്ടോ ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അതായത് തഹജ്ജുദ് ഉണ്ട്. പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് കറക്റ്റ് സമയത്ത് നമസ്കരിക്കണം. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആണല്ലോ ചിലപ്പോൾ ലൊഹറൊക്കെ 2-3 മണിയോ, പക്ഷേ നമുക്ക് ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നമസ്കരിക്കണം. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ
അതൊക്കെ ചെയ്യണം. റീഡിങ് ഖുർആൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ ദുആയാണ് കേട്ടോ. നമ്മൾ ഈ ഫോണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഒരുപാട് ദുആസും കാര്യങ്ങളും വരാറുണ്ട്. അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ജേർണലിലേക്ക് ഈ ഒരു പ്ലാനറിലേക്ക് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു പ്ലാനർ നമ്മൾ എന്തായാലും ഡെയിലി എടുത്ത് നോക്കുമല്ലോ. അപ്പം നമുക്ക് ആ ഒരു ദിക്ർ പറഞ്ഞു പോവാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഈ ഒരു പ്ലാനറിൽ നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് റമളാനിൽ ആ ഒരു ജേണിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ദുആ ഫോർ അഡ്മിൻ ഇൻ ടു ജന്നത്ത്, അതായത് സ്വർഗ്ഗത്തിലേക്ക് കയറാനുള്ള അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ദുആയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡെയിലി ചെല്ലാനുള്ള സ്വലാത്താണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് മക്ബൂലായ ദുആ. പിന്നെ നമുക്ക് കുറച്ച് സൂറത്ത് ഡെയിലി ഓതാനുള്ളതുണ്ടല്ലോ. അതായത് വാക്യ മുൽക്ക്, അങ്ങനെയുള്ള യാസീൻ, പിന്നെ അങ്ങനെ കുറച്ച് ദിക്റും ദുആയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മക്ബൂലായ ദുആ ഞാൻ ഒരു 10 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്ന ദുആ ബുക്കാണ് കേട്ടോ. ഇതിനകത്ത് ഉള്ള എല്ലാ ദുആയും, അതായത് രാവിലെ ചൊല്ലാനുള്ളത്, വൈകിട്ട് ചൊല്ലാനുള്ളത്, പിന്നെ മനസ്സിൽ നമ്മൾ എന്നും ചൊല്ലാനുള്ളത്, അങ്ങനെയുള്ള എല്ലാ ദുആയും നമുക്ക് ഒരു ദിവസം വേണ്ട എല്ലാ ദുആയും ഈ ഒരു ബുക്കിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഞാൻ മക്ബൂലായ ദുആ എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ദുആ ആയാലും യൂസ് ചെയ്യാം, നമുക്ക് ഓതാം. അപ്പോൾ അതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ടിക്ക് ചെയ്ത് പോവാം. നെക്സ്റ്റ് വന്നിട്ട് ഇസ്തിഗ്ഫാർ ട്രാക്കറാണ് കേട്ടോ. ഇത് ഞാൻ ഡേറ്റാണ് ഇട്ട് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഇസ്തിഗ്ഫാർ ഞാനിപ്പോൾ ഡെയിലി 100 വെച്ചിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ടൈം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പം ഓർമ്മിക്കുമ്പോൾ നമ്മുടെ കയ്യിലെപ്പോഴും തസ്ബീഹ് യൂസ് ചെയ്യാം, കൗണ്ടർ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫോണിൽ തന്നെ ഇപ്പോൾ കൗണ്ടറുണ്ട്. നമ്മളൊരു ട്രാവലിംഗ് ചെയ്താലും നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് ഈ ഇസ്തിഗ്ഫാറൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാം. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓരോ ഡേറ്റിലും ഇങ്ങനെ എഴുതി പോയിട്ടുണ്ട്. നെക്സ്റ്റ് കലിമത്ത് ത്വയ്ബ. കലിമത്ത് ത്വയ്ബ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ആ ഒരു ദിക്റിന് വേണ്ടിയിട്ട് ഞാൻ 10-ാം തീയതി മുതൽ ഡേറ്റ് ഇട്ട് പോയതാണ്. അന്നാണ് ഞാൻ ഈ ഒരു പ്ലാനർ ക്രിയേറ്റ് ചെയ്തത്. അതാണ് ആ ഡേറ്റ് ഇട്ട് പോയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് ഡേറ്റിലാണോ ഇത്ര ചെല്ലിയത് അതനുസരിച്ച് നമുക്ക് അവിടെ ട്രാക്ക് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് സ്വലാത്ത് ട്രാക്കറാണ്. അപ്പം നമ്മൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്വലാത്ത് ചെല്ലാം, അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലാം. അങ്ങനെയുള്ള സ്വലാത്ത് ചെല്ലുമ്പോൾ ഉള്ള ട്രാക്കറാണ് കേട്ടോ. അത് നമുക്ക് ഞാൻ ഡെയിലി 100 വെച്ചിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കവിടെ എഴുതി വയ്ക്കാം. നെക്സ്റ്റ് ഇതുപോലെ ഞാൻ കാണുന്ന ദുആയാണ് കേട്ടോ. ഇതുപോലെ കാണുന്ന ദുആക്കളൊക്കെയാണ് കേട്ടോ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇത് റമളാനിലുള്ള സലാ ട്രാക്കറാണ്. അതായത് നമ്മൾ നമസ്കരിക്കുന്ന 5 വഖ്ത് നമസ്കാരം, പിന്നെ നമ്മളൊരു 3 സുന്നത്ത് നമസ്കാരം റമളാന് നമസ്കരിക്കുന്നുണ്ട്. ഒന്ന് തഹജ്ജുദ്, തറാവീഹ്, വിത്ർ. അതും ഉൾപ്പെടെ ഞാൻ ഇവിടെ ഒരു ട്രാക്കറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഞാൻ എഴുതിയിരിക്കുന്ന സൂറത്ത് യാസീനിലെ ഒരു ആയത്താണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ഒരായത്താണ്. അതിൻ്റെ അടിയിൽ അള്ളാഹു നമുക്ക് ഒരുപാട് ആരോഗ്യവും ആഫിയത്തൊക്കെ തരട്ടെ, ഈ ഒരു റമളാൻ ഒരുപാട് അമല ചെയ്യാനായിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റിലാണ് സലാത്ത് ട്രാക്കർ. നെക്സ്റ്റ് വന്നിട്ട് സദക്കയുടെ പേജാണ്. ഞാൻ ചെയ്യുന്ന സദക്കയുടെ ബില്ല് ഉൾപ്പെടെ ഞാനവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടിക്കണമെന്നില്ല, ഞാൻ വെറുതെ എന്തായാലും ഒരു ട്രാക്കർ ചെയ്യല് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഒട്ടിച്ച് വയ്ക്കും. നെക്സ്റ്റ് വന്നിട്ട് ഹാബിറ്റ് ട്രാക്കറാണ്. അതായത് നമ്മൾ രാവിലെ എണീച്ചിട്ട് വൈകിട്ട് വരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്കവിടെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ റമളാൻ 1 ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമുക്ക് 1 പേജ് ഖുർആൻ ഓതാം. അത് ചെയ്ത കാര്യങ്ങൾ യാസീൻ ഓതിയെങ്കിൽ അത്, പിന്നെ സൂറത്ത് മുൽക്ക് സൂറത്ത് അതൊക്കെ ഓതിയെങ്കിൽ അങ്ങനെ നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് സെൽഫ് കൺട്രോൾ ദിക്ർ ചെല്ലെങ്കിൽ അത് ചെയ്യാം. ഷുഗർ കട്ട് ചെയ്തെങ്കിൽ അത് ചെയ്യാം, ടിക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ടിക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ. പിന്നെ വാക്കിംഗ് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം, ഫേസ് യോഗ ചെയ്യാം. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതുപോലെ വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യാം. ഹാബിറ്റ് ട്രാക്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ റമളാനിലേക്ക് കയറുമ്പോൾ തന്നെ റമളാൻ്റെ ഷർത്ത്, ഫർള്, സുന്നത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. പഠിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു മാസത്തിന് നമ്മൾ വരവേൽക്കാനായിട്ട്. അപ്പം നമ്മൾ പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ദുആക്കളും പഠിച്ചിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നിയ്യത്താണ് എഴുതി കൊടുക്കുന്നത്. നവൈതു സൗമഗദിൻ എന്നുള്ള ആ നിയ്യത്ത് എഴുതി കൊടുക്കുകയാണ്. നമ്മൾ ചെയ്യാനുള്ള ദിക്റും കാര്യങ്ങളുമാണ് റമളാനിൽ പ്രത്യേകമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ എഴുതി കൊടുക്കുന്നത്.
നെക്സ്റ്റ് വന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ ചെല്ലാനുള്ള ഒരു ദുആയാണ് അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്കിക അഫ്തർതു എന്നുള്ള ആ ഒരു ദിക്റാണ് നെക്സ്റ്റ് എഴുതി കൊടുക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ദുആ ചെയ്യുക. ആ ടൈമിൽ അതായത് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഫുഡെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ഖുർആൻ ഓതാം, അല്ലെങ്കിൽ ദിക്ർ ചെല്ലാം, അല്ലെങ്കിൽ ദുആ ചെയ്യാം. ആ ഒരു ടൈമിൽ നമ്മൾ എന്താണ് ഒരുപാട് പെട്ടെന്ന് ദുആ സ്വീകരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒരുപാട് അമലുകൾ വർദ്ധിപ്പിക്കാം. അപ്പോൾ അല്ലാഹുമ്മ യാ വാസി അൽ ഫളി ഗഫർലി എന്നുള്ള ആ ഒരു ദിക്ർ നമുക്ക് പറയാം. ഈ ഈ അതിന് ശേഷമാണ് ബാങ്ക് വിളിച്ചിട്ട് നമുക്ക് ഈ ഒരു ദിക്ർ പറഞ്ഞ് ബിസ്മിയും പറഞ്ഞിട്ട് നോമ്പ് മുറിക്കും. പിന്നെ എഴുതുന്നത് ആദ്യത്തെ 10 ദുആയാണ്. അത് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്നാണ്. അത് നമ്മൾ ഓരോ നമസ്കാരത്തിന് ശേഷവും അല്ലാതെ നമുക്ക് എപ്പോഴും വേണോ പറയാം. ആ ഒരു ദിക്ർ നമുക്ക് അധികരിപ്പിക്കാം. നെക്സ്റ്റ് നമ്മൾ എഴുതിയത് റമദാനിൽ മൊത്തം നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനൻ നാർ. അത് നമുക്ക് എപ്പോഴും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ആ ഒരു ദിക്റും ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ 10 അത് ആ ടൈമിൽ നമുക്ക് എഴുതി കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ദിക്ർ ഇതുപോലെ എഴുതിയെടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ഒരു പേപ്പറിൽ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു റമദാനിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്താണ് ഫർള് ചെയ്തതിൻ്റെ ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ ഫർള് ചെയ്തതിൻ്റെ കൂലിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ബാത്റൂമിൽ കയറുമ്പോൾ ഉള്ള ദുആ, അതുപോലെ പുറത്തിറങ്ങുമ്പോൾ ഉള്ള ദുആ, കിച്ചണിൽ കയറുമ്പോൾ ഉള്ള ദുആ, ഇത് ആഹാരത്തിന് ബർക്കത്ത് കിട്ടുന്ന ഒരു ദുആയാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഹർജിന വാല റബ്ബിന തവക്കൽന എന്നുള്ള ഒരു ദുആയാണ് ഞാൻ എഴുതിയിട്ട് കിച്ചണിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് കാണുന്ന സ്ഥലത്തൊക്കെ ഉറങ്ങുന്നതിന് മുമ്പുള്ള ദുആ, അല്ലെങ്കിൽ ഉറങ്ങി എണീക്കുമ്പോഴുള്ള ദുആ, നമ്മുടെ കുട്ടികൾക്കും അത് കണ്ട് പഠിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് കാണുന്ന സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ സ്റ്റിക്ക് ഔട്ട് ചെയ്ത് വയ്ക്കും. സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പം ഞാനിത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. ഇത് തറാവീഹ് നമസ്കാരത്തിൽ നമ്മൾ ഓതാനുള്ള ഓരോ റക്അത്തിലും ഓതാനുള്ള സൂറത്താണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓർഡർ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ എഴുതിയിട്ട് ഒന്നുകിൽ നമ്മുടെ മുസല്ലയിലോ അല്ലെങ്കിൽ അടുത്ത് നമുക്ക് തറയിലോ കാണുന്ന രീതിക്ക് എഴുതി ഒട്ടിക്കാം. അതുപോലെ ദുആക്കൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പം ഞാൻ അതും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിക്കറൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ പെൻസിൽ വെട്ടിയിട്ട് അങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ പ്ലാനറിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് ഡേ 1 എന്ന്, അതായത് റമദാൻ ഡേ 1 എന്ന് എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ടു ഡു ലിസ്റ്റ് എഴുതാം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, അതുപോലെ മീൽ പ്രപ്പിനെ കുറിച്ച് എഴുതാം, അതുപോലെ നമ്മുടെ മൂഡ് ട്രാക്കറിനെ കുറിച്ച് എഴുതാം. ഇന്നത്തെ മൂഡ് എങ്ങനെയായിരുന്നു, ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ വാട്ടർ ട്രാക്കർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഡേ 1 ഗ്രാറ്റിറ്റ്യൂഡായ കാര്യങ്ങളാണ് എഴുതുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ, നമുക്ക് ഉണ്ടായിരുന്ന ഇന്നത്തെ ദിവസം നമുക്ക് അൽഹംദുലില്ലാ എന്ന് എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ അൽഹംദുലില്ലായി താങ്ക്ഫുള്ളായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ എഴുതാനുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ വേറൊരു ബുക്കിൽ ഓൾറെഡി ഈ ഒരു മൂഡ് ട്രാക്കറും അല്ലെങ്കിൽ മീൽ പ്രപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കാത്തത്. നമ്മുടെ ഈ ഒരു റമദാൻ മാസത്തിന് വേണ്ടി മാത്രം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റമദാന് ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാക്കിങ് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.